ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ കൂർഗിലെ കേമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, പോർക്ക് കറി. ഇതിനായി നമ്മളിവിടെ 3 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലി 150 ഗ്രാം, കുരുമുളക് 100 ഗ്രാം, ജീരകം 100 ഗ്രാം, കറുവപ്പട്ട ആവശ്യത്തിന്, ഗ്രാമ്പൂ 10 എണ്ണം, കടുക് ആവശ്യത്തിന്, ഉലുവ 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2.5 സ്പൂൺ, വെളുത്തുള്ളി 50 ഗ്രാം, ഇഞ്ചി അരിഞ്ഞത് 50 ഗ്രാം, മല്ലിയില ആവശ്യത്തിന്, വറ്റൽമുളക് ആവശ്യത്തിന്, സവാള അരിഞ്ഞത് 2 കിലോ, കുടംപുളി പിഴിഞ്ഞത് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 4 സ്പൂൺ, കാന്താരി മുളക് 6 എണ്ണം. ഇനി നമുക്കിത് തയ്യാറാക്കാവുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പോർക്കിൽ 2.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി വയ്ക്കാം. എന്നിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് പുരട്ടാം. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും പോർക്കിൽ പുരളാൻ വേണ്ടി 20 മിനിറ്റ് അടച്ചു വെക്കണം. ഇതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 100 ഗ്രാം മല്ലിയിട്ട് വറുത്തെടുക്കാം. മല്ലി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ 100 ഗ്രാം കുരുമുളക് ഇട്ട് നന്നായി വറുത്തെടുക്കാം. കുരുമുളകും വറുത്തതിനു ശേഷം അത് വറുത്ത് വച്ചിരിക്കുന്ന മല്ലിയുടെ കൂടെ തന്നെ ഇടുക. അതിനുശേഷം 50 ഗ്രാം ജീരകം കൂടി വറുത്തെടുക്കുക. ഇനി ഈ ജീരകം നേരത്തെ വറുത്ത് വെച്ച മല്ലിയിലും കുരുമുളകിലും ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 10 ഗ്രാമ്പുവും ആവശ്യത്തിന് കറുവപ്പട്ടയും കൂടി വറുത്തെടുക്കാം. ഇതും കുരുമുളക്, ജീരകം, മല്ലി മിക്സിലേക്ക് ചേർക്കുക. അതിനുശേഷം 1/2 സ്പൂൺ ഉലുവയും ആവശ്യത്തിന് കടുകും കൂടി വറുത്തെടുക്കാം. ഇതിന്റെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്തെടുക്കുക. ഇനി ഈ കൂട്ടെല്ലാം കൂടി ഒരു പൗഡർ ആക്കി എടുക്കാം. ഇനി പോർക്ക് കറിക്ക് ആവശ്യമായ അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസുകൾ അരച്ചെടുക്കാം. അതിനായി ഒരു ബൗളിൽ 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, 50 ഗ്രാം വെളുത്തുള്ളി, 2 സവാള അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില, 10 കാന്താരി മുളക്, ഒരു നുള്ള് ഉലുവ, 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ ജീരകം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/2 കിലോ സവാള അരിഞ്ഞത് കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. സവാള വഴന്നു വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന് പുരട്ടി വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റ് പോർക്ക് നന്നായി വേവാൻ വേണ്ടി വയ്ക്കാം. പോർക്ക് ഏകദേശം വെന്തു വരുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മസാല അതിലേക്ക് പിടിക്കാനും പോർക്ക് കുറച്ചുകൂടി വേവാനും വേണ്ടി ഒരു 15 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാല കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം 10 മിനിറ്റ് മസാല പോർക്കിൽ പിടിക്കാൻ വേണ്ടി വയ്ക്കുക. ഈ സമയം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 4 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് വഴറ്റി മാറ്റി വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുടംപുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി വഴറ്റി വച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. ഇതോടെ നമ്മുടെ കൂർഗ് സ്പെഷ്യൽ പോർക്ക് കറി റെഡി. അപ്പോൾ സ്വാദിഷ്ടമായ ഈ പോർക്ക് കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഒപ്പം ഇത്തരം പുതുമയുള്ള വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.